ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ എല്ലാവരും സുഖമായിരിക്കണം അല്ലേ? ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞ ഒരു തട്ടിക്കൂട്ടൽ വീഡിയോ ആണ് കേട്ടോ. കാരണം ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയോ ഒരു എൻഡിങ് വീഡിയോ കാര്യങ്ങളൊന്നുമില്ല. ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്താ ഇല്ലാതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കണമെന്നൊന്നും. പിന്നെ അവിടെ പോയി ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ വിചാരിച്ചതാണ് ഇങ്ങനെ എടുക്കാം, സോ എനിക്ക് അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ എന്ത് കാരണം എൻഡിങ് വീഡിയോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവിച്ചു. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ആ ഒരു ഷോക്കിൽ എൻഡിങ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനും വിട്ടുപോയി. എന്താ കാരണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലുലുവിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞു നാട്ടിൽ പോവായിരുന്നു സൺഡേ. സോ നമ്മൾ സാറ്റർഡേ നൈറ്റാണ് പർച്ചേസിങ്ങിന് ഇറങ്ങിയത്. കാരണം ഫ്രൈഡേ വരെ എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാറ്റർഡേ നൈറ്റ് നേരെ ലുലുവിൽ പോയി അവനൊരു ഷർട്ട് നോക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ആ എടുത്ത ഗ്രീൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവനെപ്പോഴും ഈ ഒരു വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക് ഈ ഒരു 3 കളർ കോമ്പിനേഷൻസാണ് കൂടുതലിടുക. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 3 കളറല്ലാത്ത വേറെ ഏതെങ്കിലും കളർ നമുക്ക് ഇപ്രാവശ്യം നോക്കാം. അങ്ങനെ അവന് ഇഷ്ടമായതാണ് ആ ഗ്രീന്. അപ്പോൾ ഗ്രീൻ എടുത്തു. നമ്മൾ അവിടുത്തെ ബില്ലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ താഴെ ഇറങ്ങി. താഴെയാണ് നമ്മൾ ചോക്ലേറ്റ്സ് നട്ട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എത്തി നമ്മൾ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ അൽമറായുടെ ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഗെയിം എന്ന് പറഞ്ഞാലേ നമ്മൾ അൽമറായി എന്ന് പറയുന്നത് ഒരു ഡയറി പ്രൊഡക്ട്സിൻ്റെ ബ്രാൻഡാണല്ലോ. അപ്പോൾ അവർ ഈ ഒരു ഇപ്പം നമ്മൾ പാല് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറേ ബെനിഫിറ്റ്സുകളുണ്ട്. നമ്മൾ മസിലിന് നല്ലതാണ്, ടീത്തിന് നല്ലതാണ്, കാൽസ്യത്തിന് നല്ലതാണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ ഒറ്റ വാക്കായിട്ട് അവർ ഈ ഒരു സ്മൈലി ബോളിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാകും. നമ്മൾ റാൻഡംലി ഒരു ബോൾ സെലക്ട് ചെയ്യുക. അതിലെന്താ എഴുതിയെന്ന് നമ്മൾ നോക്കാൻ പാടില്ല, നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള ക്ലൂസ് കാര്യങ്ങൾ നമുക്ക് തരും. നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രോപ്പർ ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്കൊരു ഗിഫ്റ്റ് തരും. ഇതാണ് ഗെയിം. ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മൾ ആൻസേഴ്സ് ഒന്നും പറഞ്ഞില്ല, നമ്മൾ ആ ഒരു ഗെയിമിൽ ഫെയിലായി, അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ അവർ നമുക്കൊരു ഈ അൽമറായുടെ തന്നെ 2 ബോട്ടിൽ മിൽക്ക് തരും. ഇതാണ് ഗെയിം. അപ്പോൾ നമ്മൾ തോറ്റാലും ജയിച്ചാലും എന്തായാലും സമ്മാനം ഉറപ്പാണ്. നമ്മളെന്തായാലും തോറ്റു, കിട്ടിയ സമ്മാനമായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പർച്ചേസിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇതിൻ്റെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സംഭവം ഉണ്ടായത് കേട്ടോ. അപ്പോൾ എന്ത് കാരണമാണ് ഈ സ്പീഡിൽ പറയുന്നത് വെച്ചാൽ അതും കൂടി അതിൻ്റെ റീസണും കൂടി ഇൻക്ലൂഡ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പുറത്തിറങ്ങി പാർക്കിങ്ങിൽ നിന്ന് കാർ എടുത്ത് നേരെ എക്സിറ്റിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കാരണം മെയിൻ റോഡിലേക്ക് എടുക്കുമ്പോൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചപ്പോഴാണ് സൈഡിലുള്ള ഒരു കാറ് നമ്മുടെ കാറിൽ വന്നിട്ട് നല്ല രീതിയിലൊന്ന് തട്ടി. അത് കാറിന് വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, പക്ഷെ തട്ടിയപ്പോൾ ഭയങ്കരമായിട്ടൊന്ന് ഷേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കാറ് ഒരു ലേഡി ഒന്ന് ഡ്രൈവ് ചെയ്തിരുന്നത്, ആൾ മിററൊന്നും ചെക്ക് ചെയ്യാതെ തോന്നുന്നു റിവേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആളുടെ മിസ്റ്റേക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മൾ നല്ല രീതിയിൽ കുറേ സംസാരിച്ച് നോക്കി, ആൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് ആൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ആളുടെ മിസ്റ്റേക്ക്. അപ്പോൾ അവർ പറഞ്ഞു നമ്മളോട് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. അടുത്തുള്ള കിസിയ സ്റ്റേഷനിലേക്ക് നമ്മൾ എല്ലാവരും കൂടി പോയി. ആ ലേഡി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തി നമ്മൾ റീസൺ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അവിടുത്തെ പോലീസ് പറഞ്ഞു നമ്മളോട്, ദുബായ് പോലീസിൻ്റെ ആപ്പിൽ വിത്ത് വെഹിക്കിളിൻ്റെ ഫോട്ടോ കാര്യങ്ങളെല്ലാതും കൂടിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി, 24 ഹവേഴ്സിൻ്റെ ഉള്ളിൽ അവർ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ കണ്ട ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ സിറ്റുവേഷൻ ഇതായിരുന്നു കേട്ടോ. ഇതിലൊന്നും വല്ലാതെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല, വലിയതായിട്ടൊന്നും പറ്റിയിട്ടില്ല, ചെറിയ രീതിയിലായിരുന്നു. എന്താ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂസ് കാര്യങ്ങളായി, അടിയായി പിടിയായി ഒക്കെ ആയി. ഇവിടെ നമ്മൾ ജസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ 24 ഹവേഴ്സിൻ്റെ ഉള്ളിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും